മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില്ല. നാഷണൽ NGO കോൺഫെഡറേഷൻ വുമൺ ഓൺ വീൽസ് പദ്ധതിയുടെ ഭാഗമായി 1000 വനിതകൾക്ക് ഇരുചക്രവാഹനം മുടങ്ങി. പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കാനിരിക്കെയാണ് 1:30 മഞ്ചേരി അസംബ്ലി നിയോജക മണ്ഡലം എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് KA ശ്രീലത പ്രോഗ്രാം കൺവീനർക്ക് പരിപാടി നിർത്തിവെക്കാൻ നോട്ടീസ് നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വോട്ടർമാരെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ആനുകൂല്യ വിതരണ പരിപാടി നിർത്തിവെക്കാനാണ് നോട്ടീസിൽ പറഞ്ഞത്. സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെയുള്ള ആളുകളെ വെച്ചുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ വിലയിരുത്തിയിട്ടാണ് പറഞ്ഞതെന്നാണ് പറഞ്ഞത്. ഇതേ സ്പെഷ്യൽ ബ്രാഞ്ച് ഒരാഴ്ച മുമ്പേ ഈ പരിപാടി ഇവിടെ നടക്കുന്നുണ്ട് എന്ന് സ്വാഭാവികമായും ബോധ്യപ്പെടേണ്ടതും ഇത്തരം കാര്യങ്ങൾ നേരത്തെ വേണമെങ്കിൽ മറുപടി നൽകേണ്ടതുമായിരുന്നു. 1:25 തന്ന് ജനങ്ങളെല്ലാം ഇവിടെ എത്തിച്ചേർന്നതിന് ശേഷം നിങ്ങളോട് ഒരാളോടും ഈ 1000 വനിതകളോട് ഒരാളോടും ഇന്ന തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നിന്ന് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞല്ല. 6 മാസക്കാലം മുമ്പ് നിങ്ങളുടെ അധ്വാനത്തിന്റെ വിയർപ്പിന്റെ ഫലമായിട്ടുള്ള 50% തുക നിങ്ങൾ അടച്ചിട്ടുള്ളതാണോ? നിങ്ങളുടെ ജാതി നോക്കിയിട്ടോ മതം നോക്കിയിട്ടോ രാഷ്ട്രീയം നോക്കിയിട്ടോ അല്ല ചെയ്തത്. വിദ്യാർത്ഥികൾ അവരുടെ ഗുണഭോക്തൃ വിഹിതം അടച്ചതും അവരവരുടെ അധ്വാനത്തിന്റെ ഫലമായിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേരിൽ ഈ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തതും നിങ്ങളുടെ പേരിലേക്ക് ഇത് നൽകിയത്. പിന്നെ സന്നദ്ധ സംഘടനകൾ അവരുടെ സാമൂഹിക പ്രതിബദ്ധതാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് NGO കോൺഫെഡറേഷന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതും അതിവിപുലമായി 2023 ജനുവരി 1 മുതൽ ഈ പ്രോജക്റ്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. വുമൺ ഓൺ വീൽസ് എന്ന പരിപാടിയുടെ ഉദ്ഘാടനം മഞ്ചേരി തുറക്കൽ HMS UP സ്കൂളിൽ വെച്ച് നാഷണൽ NGO കോൺഫെഡറേഷൻ ദേശീയ കോർഡിനേറ്റർ അനന്തു കൃഷ്ണൻ നിർവഹിക്കുമെന്ന് തീരുമാനിച്ച സാഹചര്യത്തിലാണ് മുടങ്ങിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതും മുൻകൂർ അനുമതി വാങ്ങാത്തതും നോട്ടീസിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. വനിതകൾക്ക് 1000 സ്കൂട്ടറും കുട്ടികൾക്ക് 800 ലാപ്ടോപ്പും വിതരണം നടത്താനാണ് ലക്ഷ്യമിട്ടത്. സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മയായ നാഷണൽ NGO കോൺഫെഡറേഷനാണ് 50% സാമ്പത്തിക സഹായത്തോടെ അനുവദിച്ച സ്കൂട്ടറും ലാപ്ടോപ്പും വിതരണം ചെയ്യുന്നത്. തുറക്കൽ സ്കൂളിലെ ഹാളിലും പരിസരങ്ങളിലുമായി വിതരണത്തിനായി വാഹനങ്ങൾ എത്തിച്ചിരുന്നു. കുടുംബസമേതം വാഹനം കൊണ്ടുപോകാനെത്തിയവർ ഉച്ചയ്ക്ക് 2 മണിക്കുള്ള വിതരണ ചടങ്ങും കാത്തിരിക്കുകയായിരുന്നു. ഒടുവിൽ പരിപാടി മുടങ്ങിയ വിവരം സംഘാടകർ ഗുണഭോക്താക്കളെ അറിയിച്ചു. വാഹനം അനുവദിച്ചിട്ടുള്ളവർക്ക് അറിയിപ്പനുസരിച്ച് വാഹന ഏജൻസികളിൽ നിന്ന് പിന്നീട് നേരിട്ട് വാങ്ങാമെന്നും നിർദ്ദേശിച്ചു. മത രാഷ്ട്രീയ കക്ഷികൾ ഉൾപ്പെടാത്ത സ്വതന്ത്ര സംഘടനയാണ് കോൺഫെഡറേഷൻ എന്നും 6 മാസം മുൻപ് വിലയുടെ പകുതി സംഖ്യ അടച്ച ഗുണഭോക്താക്കൾക്ക് കമ്പനികൾ നേരിട്ട് വാഹനം നൽകുന്നതിന് സൗകര്യമൊരുക്കുക മാത്രമായിരുന്നു തങ്ങൾ ചെയ്തതെന്നും ദേശീയ കോർഡിനേറ്റർ അനന്തു കൃഷ്ണനും സംഘാടക സമിതി ഭാരവാഹികളും അറിയിച്ചു. 2 ആഴ്ച മുൻപ് പരസ്യപ്പെടുത്തിയ പരിപാടിക്ക് മിനിറ്റുകൾക്ക് മുൻപ് വിലക്ക് വന്നത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയ സ്ത്രീകൾക്ക് പ്രയാസമുണ്ടാക്കി. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.